ഹായ് ഓൾ. ഈ 2026 റിസൾട്ട് വന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിൽ 5ാം റാങ്ക് നേടിയ അഖിൽ ജോഷിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, എക്സാം സ്ട്രാറ്റജി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയി നമുക്ക് അറിയാം. സോ അഖിൽ, വെൽക്കം. സോ ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന സമയത്ത്, ആ ഒരു റാങ്ക് ലിസ്റ്റ് കണ്ട സമയത്ത് എന്തായിരുന്നു ആദ്യമായിട്ട് നമുക്ക് തോന്നിയത്? ആദ്യമായിട്ട് തോന്നിയത് കുറച്ച് റിലീഫായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത്. അത് തന്നെ ടോപ്പ് 5 കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നിയത്. സോ ഈ 5ാം റാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രിപ്പറേഷനോ കാര്യങ്ങൾക്കാണ് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഷുവർട്ടി കിട്ടി എന്നുള്ളതാണ് അതിന് വന്നത്. സോ അപ്പോൾ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഈ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്തത്? അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാൻ ശരിക്കും ഒരു UPSC ആസ്പിറൻ്റ് ആയിരുന്നു. 2-3 തവണയായിട്ട് UPSC എഴുതുന്നതായിരുന്നു. അതിൽ നിന്നും ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ സെക്രട്ടറി അസിസ്റ്റൻറ്റിൽ ഉപയോഗിച്ചത്. ശരിക്കും ടെസ്റ്റ് സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ശരിക്കും ഇത്തവണ ഉണ്ടായിരുന്നത്. ഒരു റീഡിങ് എന്ന ബുക്സ് റീഡ് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഒരുവിധം സബ്ജക്റ്റുകളിൽ നോളജ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ടെസ്റ്റുകൾ എടുത്ത് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. സോ അപ്പോൾ എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു ടെസ്റ്റ് സീരീസുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ടെസ്റ്റ് സീരീസ് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തത്? ടെസ്റ്റ് സീരീസ് ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഈ പ്രിപ്പറേഷന്. കാരണം അതിലെ കീവേഡ്സുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റുകൾ, പോസിബിളായ ക്വസ്റ്റ്യനുകൾ നമുക്ക് തന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എടുത്തിട്ടുണ്ട്, അതിലൊന്ന് എമിനൻ്റും ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പേപ്പർ 2-നകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിക്കേണ്ടി വരും. ഒരു ക്രിസ്പായിട്ടുള്ള കീവേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റിയത് ഈ ടെസ്റ്റ് സീരീസുകളിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി റാങ്ക് കിട്ടാൻ സാധ്യത വന്നത്. അതായത് എൻ്റയർലി പുതിയൊരു ടോപ്പിക്കാണ് ഈ പേപ്പർ 2-ൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ. അതിനായിട്ട് ഈ പറഞ്ഞ ഒരു ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ടെസ്റ്റ് സീരീസ്. ഓൾറെഡി UPSCയുടെ മെയിൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ടൈം ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചപ്പോൾ അത് വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. PSC അധികം ഡെപ്തിലേക്ക് പോയിട്ടില്ല, ബ്രോഡറായിട്ടാണ് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ടോപ്പിക്സ്, അപ്പോൾ UPSCക്ക് വരുമ്പോൾ നമുക്കില്ലാത്തൊരു ഏരിയ ആണല്ലോ കേരള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? കേരള ടോപ്പിക്സ് ഓൾറെഡി കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കേരള PSC നേരത്തെ തന്നെ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നുണ്ടായിരുന്നു. KS 2 തവണ പ്രിലിംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഉള്ള ഒരു ബെനിഫിറ്റ് ഈ കേരള ടോപ്പിക്സ് അധികം സ്ട്രെസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കൂടുതൽ പേപ്പർ 2 ആയിരുന്നു ഡിസൈഡിങ് ഫാക്ടറായിട്ടുള്ളത്, പേപ്പർ 1-ലെ സയൻസ് ഏരിയകൾ. അപ്പോൾ ഈ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് കൂടുതൽ ഫോക്കസ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രിപ്പറേഷനകത്ത്? അപ്പോൾ ഇത്രയും നമ്മൾ കുറച്ച് 3-4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, PSC എഴുതുന്നു, UPSC എഴുതുന്നു. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ആസ്പിരൻ്റ് എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അഖിലിന് തോന്നുന്നത്? ഓൾറെഡി റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി കണ്ടൻറ്റ് ഉണ്ടാവും. പക്ഷേ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ക്വസ്റ്റ്യനുകൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ കണ്ടൻറ്റ് എത്രമാത്രം ഡെപ്തിൽ നമുക്ക് വർക്കാവുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ എഴുതണം എന്നത് തന്നെയാണ്. കണ്ടൻറ്റ് ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ സ്ഥിരമായിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. PYQ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആക്യുറസി കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം PYQ പലപ്പോഴും പേപ്പർ 1-ൽ റിപ്പീറ്റേഷൻ വരാറുണ്ട്. അങ്ങനെയും 2 തരത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. PYQ വെച്ചിട്ട് ആക്യുറസി കൂട്ടാൻ പറ്റും, മോക്ക് ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് കൂടുതൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലിസ്റ്റിലേക്ക് വരുന്നത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു എക്സാം കുറച്ചുകൂടെ നമുക്കൊരു ഫെമിലിയർ ആക്കണം അല്ലേ? എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ എങ്ങനെയായിരിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിലും ടെസ്റ്റ് സീരീസിലൂടെ കുറച്ചുകൂടെ ആ ഒരു എക്സാമിന് ഫെമിലിയറൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളൊരു പഠനവും അതോടൊപ്പം തന്നെ ടെസ്റ്റുകളും കൂടെ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം പ്രിപ്പറേഷൻ എന്നുള്ളത്. നമുക്ക് തന്നെ ഓൾറെഡി കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ കണ്ടന്റിൽ നിന്ന് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എങ്ങനെയായിരിക്കും വരിക, ഏത് തരത്തിലായിരിക്കും നമുക്ക് തന്നെ അറിയാനുള്ള ഇത് ഉണ്ടാവുന്നത് ഈ ടെസ്റ്റ് സീരീസുകളിൽ നിന്നാണ്. ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ പോലും നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കുന്നതും ഈ ടെസ്റ്റുകൾ ചെയ്യാത്ത അങ്ങനെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ടെസ്റ്റുകൾ കൂടി കൊണ്ടുപോയി നമ്മുടെ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? സോ അപ്പോൾ ഈ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. സോ അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് അഖിലിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അഖിലിന് പറയാനുള്ളത്? പ്രിലിംസിൽ സാധാരണഗതിയിൽ തന്നെ അധികം നമുക്ക് ഇത് ജസ്റ്റ് ക്വാളിഫയിങ് ആയാൽ മതിയേ. അത് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ മെയിൻസ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ വീക്കർ ഏരിയാസ് നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ലിസ്റ്റ് വരുന്നതിൽ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്.
എനിക്ക് തന്നെ 3 തവണ അങ്ങനെ ലിസ്റ്റ് തൊട്ടടുത്ത് തന്നെ വെച്ച് അങ്ങനെ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻ്റായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ജസ്റ്റ് മാർക്ക് ഷോർട്ട് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കർ ഏരിയാസ് നോക്കണം, ടെസ്റ്റുകൾ എഴുതണം, കൂടുതൽ അറ്റംപ്റ്റുകൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. സോ സെക്രട്ടറി അസിസ്റ്റന്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. അവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാനലായിരുന്നു. നമുക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻസ് ഈവൻ ചില സമയത്ത് ഡിഫിക്കൽട്ടാകും, ചില സമയത്ത് ഈസിയർ ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മൾ ഈസിയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആൻസർ അറിയത്തില്ല എന്ന് തന്നെ പറയണം. അങ്ങനെ പറയുന്നത് തന്നെയാണ് നല്ലത്. ബ്ലഫ് ചെയ്യാതെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞൊരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ട് നടത്തുക. ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതാണ് നല്ലത്. സോ അഖിലിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ സെഷൻ. താങ്ക് യു അഖിൽ. താങ്ക് യു.